വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ ചെളിയും വെള്ളവും കടക്കണം. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് കയ്യങ്കോട് കാര്യാപ്പ് വാർഡുകളിൽ ഉൾപ്പെടുന്ന പയ്യാരച്ചിറ പ്രദേശത്ത് വയലിൽ നടപ്പാതയില്ലാത്തത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും യാത്രാ ദുരിതമാക്കുന്നു. കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് കയ്യങ്കോട് കാര്യാപ്പ് വാർഡുകളിൽ ഉൾപ്പെടുന്ന പയ്യാരച്ചിറ പ്രദേശത്ത് വയലിൽ നടപ്പാതയില്ലാത്തത് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ബുദ്ധിമുട്ടാകുന്നു. വയൽ കടന്ന് പയ്യാരച്ചിറയിലെ റോഡിലെത്താൻ ദിവസവും ദുരിതം താണ്ടണം. മുൻപ് കാര്യാപ്പ് വാർഡിൽ ഉൾപ്പെട്ട പ്രദേശം നിലവിൽ കയ്യങ്കോട് കാര്യാപ്പ് വാർഡുകളിലാണുള്ളത്. വിദ്യാർത്ഥികൾക്കാണ് ഇത് കൂടുതലും ബുദ്ധിമുട്ടാകുന്നത്. ചെളിയും വെള്ളവും നിറഞ്ഞ വഴിയിലൂടെയാണ് സ്കൂൾ ബാഗും തൂക്കി കുട്ടികൾ എന്നും സ്കൂളിലേക്ക് പോകുന്നത്. ചെളി നിറഞ്ഞ് വഴുക്കലുള്ള ഇതുവഴിയല്ലാതെ കുട്ടികൾക്ക് സ്കൂളിലെത്താനോ നാട്ടുകാർക്ക് പയ്യാരച്ചിറയിലുള്ള റോഡ് പിടിക്കാനോ കഴിയില്ല. ഇതുവഴിയല്ലെങ്കിൽ ഏറെ ദൂരം നടന്നു വേണം സ്കൂളിലെത്താൻ. കയ്യങ്കോട് ഭാഗത്തു നിന്നും ചെളിയിലൂടെ സ്കൂളിലെത്താൻ പെടാപ്പാട് പെടുന്നതിന്റെ ആകുലതകൾ പങ്കുവയ്ക്കുകയാണ് മാതോടം സ്കൂളിലെ വിദ്യാർത്ഥികൾ. ഇതിലോട്ട് വരുമ്പോൾ ഭയങ്കര ചളിയാണ്. ഞാൻ ഇതിലൂടെയാണ് നടക്കാറ്. ചളിയായിട്ട് ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഞാൻ ഇതിലൂട്ട് വരുമ്പോൾ എൻ്റെ അളാപ്പാൻ്റെ മോനും ഞാനും ഇവിടുന്ന് ഒരു വർഷം വീണിരുന്നു. വഴുതി വീണ് അപകടം സംഭവിക്കുന്നത് ഇവിടെ നിത്യസംഭവമാണ്. കാലാകാലങ്ങളായി ഇവിടെ യാത്ര ദുസ്സഹമായി തന്നെയാണ് തുടരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുവഴി നടപ്പാതയോ പുതുതായി റോഡോ നിർമ്മിച്ചാൽ കയ്യങ്കോടിൽ നിന്ന് മാതോടം ഭാഗത്തേക്കുള്ള യാത്ര എളുപ്പമാകും. വർഷങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന ഈ വലിയ യാത്രാക്ലേശത്തിന് ഉടൻ പരിഹാരം വേണമെന്ന് പയ്യാരച്ചിറയിലെ വ്യാപാരി അബ്ദുൽ കരീം പറഞ്ഞു. ഏത്തത്തിൻ്റെ വെള്ളം കയറി കഴിഞ്ഞാൽ മുട്ടിനെ കെട്ടായിട്ട് വെള്ളം ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊന്നും വരാതെ കഴിഞ്ഞാൽ പേക്കടക്കം സ്കൂൾ വേഗടക്കം മുങ്ങും. അങ്ങനെ മടങ്ങിപ്പോയിട്ടൊക്കെ അതിനൊക്കെ ഒരു 1/2 കിലോമീറ്ററും 1 കിലോമീറ്റർ വഴി തീരെ വളഞ്ഞിട്ടാണ് പോക്ക്. വിഷമങ്ങൾ കുറേ ഉണ്ട്. ആൾ പരിപാടിക്കെല്ലാം പോയാൽ നല്ല ഡ്രസ്സിലിട്ട് പോയിട്ട് കഴിഞ്ഞാൽ വീണിട്ട് മറിഞ്ഞു വന്നിട്ട് മറിഞ്ഞപ്പോൾ അങ്ങനെ ആൾ യാത്ര തന്നെ കുറവ് കിട്ടിയത്. അങ്ങനെ കൊല്ലങ്ങളങ്ങനെ കഴിയും. എത്രയോ കൊല്ലമായി പോയി. ഒരു ആ നാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നത് ഇവിടെ സ്കൂൾ ഇവിടെ സ്കൂളിൽ അങ്ങനെ കുട്ടികളൊക്കെ ആ സ്കൂളിലാണ് പോകുന്നത്. ആ കുട്ടികളിപ്പോൾ വണ്ടിയൊക്കെ പിടിച്ചിട്ട് ബാലവട്ട് ടൗൺ. കൊടും വേനൽക്കാലമാണെങ്കിലും വഴി നടക്കുന്ന ഈ നടവഴിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. മഴക്കാലമായാൽ അവസ്ഥ ഇതിലും മോശമാണ്. ഇക്കരയ്ക്ക് നിന്നും അക്കരെ എത്താനുള്ള കഷ്ടപ്പാടിൽ പ്രതികരിക്കുകയാണ് പ്രദേശവാസി മഠത്തിൽ വളപ്പിൽ ഖാദർ. ചെറിയ മക്കളെ നടന്നു. അതുകൊണ്ട് നിങ്ങൾ വഴി ഉണ്ടാക്കി തരണേ. പഞ്ചായത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾ വഴി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞാൽ കെട്ടിത്തരണം. നല്ല കണ്ടീഷനാക്കി തരണം. ഇത് പാലം കെട്ടിയിട്ട് തരണം. ഇതിലുണ്ടാകുമ്പോൾ പറയണ്ടേ. ഇപ്പം ഇവരോട് കാലൊടിക്കുക. ഇവരോട് ഇത്തിരി കൊല്ലമായി പറയുന്നു. ഇവരൊക്കെ ചെയ്തിട്ടില്ല. ചെയ്യേണ്ടേ ഇവർ നടപ്പാത കെട്ടി തരണം. ഇവർ ഏരത്തിൽ നടപ്പാത കെട്ടി തരണം. നടപ്പാത കെട്ടാത്ത കാലത്തോളം നടക്കാനും പിടിക്കാനൊന്നും ആർക്കും കഴിയും ചെയ്യില്ല. പോകാനും കഴിയുന്നു ചെയ്യാൻ ഇതിൻ്റെ രൂപം. എന്നാൽ നടപ്പാത നിർമ്മിക്കേണ്ട പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ പഞ്ചായത്തിന് കൈമാറിയാലുടൻ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫണ്ട് വെച്ച് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. സ്കൂളിലെത്താൻ ഇത്രയേറെ കുട്ടികൾ കഷ്ടപ്പെടുന്ന ഈ പ്രദേശത്തെ പ്രശ്നത്തിൽ അധികൃതർ ഉടൻ ഇടപെട്ട് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നു തന്നെയാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കയ്യങ്കോട്.